ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ക്രിസ്മസ് ക്രാഫ്റ്റാണ്. ക്രിസ്മസ് ക്രാഫ്റ്റിനോടൊപ്പം തന്നെ ഇതൊരു ബാക്ക് ടു സ്കൂൾ ക്രാഫ്റ്റും കൂടിയാണ്. അപ്പോൾ ഞാൻ ഈ ഒരു ക്രാഫ്റ്റ് എന്താണെന്ന് നിങ്ങൾക്ക് ലാസ്റ്റ് ആകുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഈ ഒരു ക്രാഫ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ ആദ്യം ഒരു കട്ടി കുറഞ്ഞ ഒരു കാർഡ്ബോർഡ് പീസ് ഇതേപോലെ റെക്റ്റാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിൻ്റെ മുകളിലായിട്ട് ഞാനൊരു ഹോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഹോൾ ഇടുന്ന കാണുമ്പം ചില ആൾക്കെങ്കിലും ചിലപ്പോൾ ഒരു ഊഹം ഉണ്ടാവും എന്താ സംഭവം എന്ന്. എന്തായാലും അതെന്താണെന്ന് നമുക്ക് ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും മനസ്സിലാവും. അപ്പോൾ ഇതേപോലെ ഞാൻ പെന്ന് വെച്ചിട്ട് ആദ്യം ഒന്ന് റൗണ്ട് പോലെ വരച്ചിട്ട് പിന്നെ ആ പെന്ന് തന്നെ വെച്ചിട്ട് ഒന്ന് കുത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഞാൻ എടുത്തിട്ടുള്ളത് ഇതേപോലത്തെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറാണ്. പോളിത്തീൻ ഷീറ്റ് എന്നൊക്കെ പറയും, അങ്ങനത്തെ ഒരു കവറാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിനകത്ത് ചുളിവൊക്കെ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. ചുളിവില്ലാത്തതായാലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് ചുളുക്കി എടുക്കാമല്ലോ. അപ്പോൾ ഇതേപോലെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവർ എടുക്കുക. അതിനുശേഷം ഞാനിവിടെ റെഡ് കളറും പിന്നെ വൈറ്റ് കളറും ആക്രിലിക് പെയിൻറ്റും എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് രണ്ടും കൂടിയിട്ട് ഞാൻ ഇതേപോലെ ആ ഒരു പോളിത്തീൻ കവറിൻ്റെ മുകളിൽ ജസ്റ്റ് ബ്രഷ് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് രണ്ട് കളറും ഇതേപോലെ അവിടെ ഇവിടെയൊക്കെ ആക്കിയിട്ട് ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കുക. അപ്പോൾ ഇത് ഞാൻ രണ്ട് കളറും ആക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ നേരത്തെ കാർഡ്ബോർഡ് പീസ് എടുക്കാം. അപ്പോൾ അതിൻ്റെ ഒരു വൃത്തിയുള്ള വശം ഉണ്ടാവുമല്ലോ, ചിത്രങ്ങളൊന്നും ഇല്ലാത്ത, ചിത്രങ്ങളുള്ളതാണെങ്കിൽ ആ ഒരു ചിത്രങ്ങളില്ലാത്ത ഒരു വൈറ്റ് കളർ പാർട്ട് ഉണ്ടാവുമല്ലോ, ആ ഒരു പാർട്ട് നമ്മുടെ ഈ ഒരു പോളിത്തീൻ കവറിൻ്റെ മുകളിൽ ഇതേപോലെ വെച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്ന് ഉരച്ചരച്ച് കൊടുക്കുക. അങ്ങനെ ഭയങ്കര ശക്തിയായിട്ട് ഉരക്കരുത്. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും. ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ടച്ച് ചെയ്ത പോലെ ഇങ്ങനെ ആക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഇതേപോലെ ചെയ്യുമ്പോൾ നമുക്ക് ഇതേപോലെയാണ് ആ ഒരു കാർഡ്ബോർഡിന് നമ്മൾ പെയിൻറ്റ് കിട്ടുക. എന്നിട്ട് നമ്മളത് ആവാത്ത സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ ഒന്നും കൂടെ ഒന്ന് പെയിൻ്റ് ആക്കി കൊടുത്താൽ മതി. എന്നിട്ട് നമ്മളതൊന്ന് ഉണക്കിയെടുക്കുക. അപ്പോൾ ഇത് ഉണങ്ങി കഴിഞ്ഞപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ മുകളിൽ ഹാപ്പി ക്രിസ്മസ് എന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ക്രിസ്മസ് ക്രാഫ്റ്റ് ആണല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഹാപ്പി ക്രിസ്മസ് എന്ന് കൊടുത്തിട്ടുള്ളത്. അതേപോലെ അത് ഇങ്ങനെ ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ടതായതുകൊണ്ടാണ് ഞാൻ റെഡും വൈറ്റും കളർ എടുത്തത്. നിങ്ങൾക്ക് നോർമലായിട്ട് ചെയ്യണം എന്നാണല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് കളർ വേണമെങ്കിലും ഇതിന് വേണ്ടിയിട്ട് ചൂസ് ചെയ്യാം. അപ്പോൾ ഞാനിത് എഴുതി കൊടുത്തിട്ട് അതും കുറച്ചൊന്ന് ഉണങ്ങാൻ വെക്കുന്നുണ്ട്. ഞാൻ സ്കെച്ച് കൊണ്ടാണ് എഴുതിയത്, അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് പെയിൻറ്റ് കൊണ്ടും ചെയ്യാം. അപ്പോൾ ഹാപ്പി ക്രിസ്മസ് എന്ന് എഴുതിയതിന് പുറമേ ഞാനൊരു ഹാർട്ട്, ഒരു 3 ഹാർട്ടും കൂടെ വരച്ചിട്ടുണ്ട്. നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും, എന്തായാലും ലാസ്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്നിട്ട് പിന്നെ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആ ഒരു കാർഡ്ബോർഡ് പീസിൻ്റെ പിറകു വശം ഉണ്ടല്ലോ, ആ ഒരു ചിത്രങ്ങളൊക്കെയുള്ള ഭാഗം, ആ ഒരു ഭാഗത്ത് വൈറ്റ് കളർ A4 പേപ്പർ വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു വൃത്തിക്ക് വേണ്ടിയിട്ട്, അത് ഇങ്ങനെ ഒന്ന് വൃത്തിയായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ഒരു പേപ്പർ വെച്ചിട്ട് കവർ ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പെയിൻറ്റും ചെയ്യാം. ഒട്ടിച്ചതിന് ശേഷം എന്തെങ്കിലും എക്സ്ട്രാ പീസൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ പേപ്പറൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി അതിൻ്റെ ഷേപ്പിൽ ജസ്റ്റ് ഒന്ന് മാറ്റം വരുത്താമെന്ന്. അതുകൊണ്ട് ആ ഒരു റെക്റ്റാങ്കിളിൻ്റെ ഇങ്ങനെ കൂർത്ത് നിൽക്കുന്ന ഭാഗം ഞാൻ ഇതേപോലെ ഒന്ന് ആർച്ച് ഷേപ്പിൽ വരച്ചിട്ട് ഒന്നിങ്ങനെ ഷേപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. ആ ഒരു ഷേപ്പ് നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ, പിന്നെ കോണ് പോലെ അല്ലാതെ ഇങ്ങനെ ഒരു വളഞ്ഞിട്ടുള്ള ആ ഒരു ഷേപ്പ്. അതേപോലെ ഒന്ന് ആദ്യം പെന്നുകൊണ്ട് വരച്ചിട്ട് പിന്നെ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതേപോലെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഞാൻ ഇതിൻ്റെ മുകളിൽ സെലോ ടേപ്പ് വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ഒരു വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് കിട്ടുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് സെലോ ടേപ്പ് ഒട്ടിക്കുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ ചെറിയ സെലോ ടേപ്പാണ്, അത്ര വീതിയൊന്നുമില്ലാത്ത സെലോ ടേപ്പാണുള്ളത്. നിങ്ങളുടെ കയ്യിൽ നല്ല വീതിയൊക്കെ ഉള്ളതുണ്ടെങ്കിൽ അത് ഒറ്റയടിക്ക് ഒട്ടിച്ചാൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്ന പോലെ ഇതേപോലെ ഓരോരോ ലെയറായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഇതേപോലെ മുമ്പിലും ഒട്ടിക്കണം, പിറകുവശത്തും ഒട്ടിച്ചു കൊടുക്കണം. ഇനി ഞാനിത് ഇതേപോലത്തെ ഒരു കീ ചെയിൻ്റെ ആ ഒരു തൂങ്ങി നിൽക്കുന്ന സാധനം എടുത്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്താ സംഭവം എന്ന്. നമ്മളൊരു കീ ചെയിനാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സംഭവം തൂക്കിയിടുന്നത് ഞാൻ വിക്സ് ഇൻഹെയിലർ ഉണ്ടല്ലോ, വിക്സിൻ്റെ ആ ഒരു മൂക്കിലിങ്ങനെ മണപ്പിക്കുന്ന ആ ഒരു സാധനത്തു നിന്ന് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അത് വീട്ടിലുണ്ടെങ്കിൽ അതിൽ നിന്ന് ഇതേപോലത്തെ സംഭവം കിട്ടും. അപ്പോൾ എന്തായാലും ഇത് കൊളുത്തി കൊടുക്കുക. ഇനി നമുക്ക് ഫൈനൽ ലുക്ക് കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. നല്ല ക്യൂട്ടാണ്, ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റാണ് കേട്ടോ. ഒരു ഹാർട്ടൊക്കെ നമ്മൾ വരച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല ഭംഗിയായിട്ടുണ്ട്. ആ റെഡും വൈറ്റും കളറൊക്കെ നല്ലൊരു ഫിനിഷിങ്ങിന് കിട്ടിയിട്ടുണ്ട്. പിന്നെ ആ ഒരു സെലോ ടേപ്പൊക്കെ ഒട്ടിച്ചുകൊണ്ട് നമ്മൾ ഒരിക്കലും നമ്മൾ തന്നെ ഉണ്ടാക്കിയാന്ന് പറയില്ല, അത്രയും ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. പുറത്തുനിന്ന് മേടിച്ചാന്നേ തോന്നുള്ളൂ.
അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ആ ഒരു കീ ചെയിൻ്റെ സംഭവമൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ പുറത്തുനിന്ന് വാങ്ങിക്കാനൊക്കെ കിട്ടും പീഡിയയിൽ. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.